കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. അമ്പാടിയിലെ രൂപങ്ങളാണോ അതോ ഏതെങ്കിലും ദശാവതാരത്തിലെ രൂപങ്ങളാണോ ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രണമിക്കുക, ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടെ തൊഴുത് വന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും മുകളിലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, നിത്യേനുള്ള പ്രകാശം. അതിൻ്റെ കാൽപാദങ്ങൾ കാണാണ്ട് ഉണ്ണിയുടെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഉണ്ണി കുറച്ച് വലിയ കുട്ടിയാട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ ആ പാളത്താറ് പോലെ ഉടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഉടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്. പിന്നെ ഇങ്ങനെ മാറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിലൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ട് കൂടി പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. മുഖത്തേക്ക് നോക്കിയാലോ നല്ല ചിരി, അലിഞ്ഞ് നിൽക്കുകയാണ്. ആ മായയിലിങ്ങനെ അലിയാണ്. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ അടുത്തേക്ക് നോക്കിയാലോ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല, അടുത്ത് സ്വന്തം രാധാദേവി ഉണ്ട് കൂടെ. രാധാദേവി എങ്ങനെയാണെന്ന് വെച്ചാൽ ചുവന്ന പട്ടൊക്കെ കൊടുത്ത് നല്ല കാതിലും കഴുത്തിലുമൊക്കെ അണിഞ്ഞ് അതീവ സുന്ദരിയായിട്ട് രാധാദേവി രാധാസമേതനായിട്ടാണ്, രാധാകൃഷ്ണനായിട്ടാണ് ഇന്നത്തെ ആ ഒരു കാഴ്ച. അതന്നെയാണ് എത്ര പുഞ്ചിരിന്ന്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒന്നിങ്ങനെ ചുവടിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന പോലെയാണ് രാധാദേവി. ആ കണ്ണൻ്റെ ആ പൊന്നോടക്കുഴലിൽ നിന്ന് വരുന്ന ആ രാഗധാര അതിങ്ങനെ ശ്രവിക്കുകയാണ്. അതിലിങ്ങനെ അലിഞ്ഞ് ചേർന്നിരിക്കുക. അപ്പോൾ അതിങ്ങനെ കാണുകയാണ്. ആ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ട് കാണാണ്ട്. അങ്ങനെ കിരീടം വെച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ. അതിൻ്റെ മുകളിൽ തിരുമുടിമാല ഉണ്ട്, 2 തിരുമുടിമാല, തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളത്, പിന്നെ ഒന്ന് തെച്ചിയും വെളുത്ത പൂവും തുളസിയും. അതേമാതിരി ഒരു ഉണ്ടമാല. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവായിട്ട് 3 കൂടി ചേർന്ന് നല്ല ആയിട്ടുള്ള രാധാദേവി ഉണ്ട്. നന്നായിട്ട് ആ പൂവൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. രാധാകൃഷ്ണനാണ് അപ്പം ഇന്ന്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. ആ രാധാകൃഷ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ചെറിയ ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അടുത്ത് വരിക. അവിടെ നിന്ന് കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, നല്ലൊരു നെക്ലസ് മാല ചാർത്തിയിട്ടുണ്ട്, കാതിലൊക്കെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ധാരാളം പൂക്കളുണ്ട്, തെച്ചിപ്പൂവുണ്ട്, തുളസിപ്പൂവുണ്ടൊക്കെ ഉണ്ട്. ഒരു കറുകയുടെ കൊലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണാം. അവിടെ ഒരു മാല മാത്രമേ ഉള്ളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ തൊഴുത് വന്ന് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ മേൽശാന്തിരി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നേരെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം.
അവിടെ ധാരാളം പൂക്കളുണ്ട്. താമരമാല ഉണ്ട്, വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട്, തുളസി മാലകൾ മേലെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമീനെ കണ്ട് തൊഴാം. പിന്നീട് ഭഗവാന്റെ ആ ദശാവതാരത്തിലെ ബാക്കിയുള്ള ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെ അതേപോലെ മുരുകനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമി അടുത്ത് വരിക. ഹനുമാൻ സ്വാമി അടുത്തൊന്നും മാലയൊന്നുമില്ല, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് ആ രാധാകൃഷ്ണ വിഗ്രഹം കാണാം. ഉള്ളിലും രാധാകൃഷ്ണൻ, പുറത്തും രാധാകൃഷ്ണൻ. അത് കഴിഞ്ഞ് പിന്നെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നേരെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് നേരെ ആ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്ന് നേരെ നമ്മൾ കാണുന്നത് പ്രസാദ കൗണ്ടർ. അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്തെത്തി അമ്മയെ കാണുക. അവിടെയും ഗോളകയാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, ചുവന്ന പൂക്കൾ ധാരാളം ഉണ്ട്. പിന്നെ ചുവന്ന പട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ധാരാളം മാലകളുണ്ട്. ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലുമുണ്ട് ധാരാളം മാലകൾ ചാർത്തിയിട്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ രാധാകൃഷ്ണനെ കണ്ട് രാധേശ്യാം കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുക. പിന്നെ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് കിരീടമൊക്കെ ഉണ്ട്, മുഖത്തൊക്കെ അണിഞ്ഞിട്ടുണ്ട് ചന്ദനം. നല്ലൊരു പട്ട് പാവം കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല സർവാഭരണ വിഭൂഷിതനായിട്ടാണ് അയ്യപ്പസ്വാമി. അപ്പം അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള വേണുഗോപാലൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം ദീപസ്തംഭത്തിൻ്റെ മുകളിൽ. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡ ധ്വജനെയും കണ്ട് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വന്ന് നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.